ഒരു വീടിൻ്റെ ഗേറ്റ് കൊണ്ട് കോൺഗ്രസിൻ്റെ പതാക ഗേറ്റ് അടിച്ച മനുഷ്യനാണ് ഈ അത് മനസ്സിൽ ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പോലീസിൽ കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ, മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ ഒരു മനുഷ്യനാണ്. ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ മനുഷ്യനെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് പറയുന്നു, ഇപ്പോഴും പൈസ വെച്ചിട്ട് വില പറയല്ലേ. രണ്ട് മനുഷ്യന്മാർ ജീവിച്ച 2 പേര് മരിച്ച ഒരു കുടുംബത്തിൽ 2 പേര്, ഒരു മകന് വിഷം കൊടുത്ത് കൊല്ലുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ മാനസികാവസ്ഥയിൽ ഒരു മനുഷ്യൻ വിഷം കൊടുത്ത് കൊന്നിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എത്ര വേദനിച്ചിട്ടും. അങ്ങനെ മരിക്കുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ്. മനസ്സിലായില്ലേ? ആ കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കേണ്ട ഒരാൾ ഇത്രയും ആത്മാർത്ഥതയോടും 55 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതവും പിന്നെ അദ്ദേഹത്തിനുണ്ട കാലങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി വരെ കിട്ടിയിട്ട് അതുവരെ ഉപേക്ഷിച്ചിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇവർ എന്തിനു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി ഇവർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ ശൈലി വേറെയല്ലേ. അപ്പോൾ ആ ശൈലിയെ പോലെയല്ല ഈ കത്തുകൾ എന്ന് പറയുന്നത് ഓരോ ദിവസം പുറത്തു വരുന്ന തെളിവുകൾ NM വിജയൻ്റെ ആത്മഹത്യയ്ക്ക് നയിച്ചിട്ടുള്ള കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ കൂടെ പുറത്തു വന്നാൽ ഈ പറയുന്ന എല്ലാവരും അഴിക്കുള്ളിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.